നമസ്കാരം. നമസ്കാരം. ഈ കഴിഞ്ഞ മെയ് 27-ാം തീയതിയാണ് മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ്റെ ബേക്കറി ജംഗ്ഷനിലുള്ള തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലുള്ള വീട്ടിൽ ED റെയ്ഡിനെത്തുന്നത്. പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ തൻ്റെ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് CMRL എന്ന കരിമണൽ ഖനന കമ്പനിയിൽ നിന്നും 2,78,00,000 രൂപ വാങ്ങി എന്നുള്ളതായിരുന്നു കേസ്. സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ച ഈ കേസ് വീണ്ടും ED കൂടി അന്വേഷിക്കുകയായിരുന്നു. EDയുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് പിണറായി വിജയൻ്റെ വീട്ടിൽ താമസിക്കുന്ന വീണ വിജയനെ തേടി ED ആ വീട്ടിലേക്ക് എത്തിയത്. ED അകത്ത് റെയ്ഡ് നടക്കുമ്പോൾ CPMൻ്റെ മുൻ മന്ത്രിമാരടക്കം MLAമാരടക്കം പ്രാദേശിക നേതാക്കളടക്കം MP അടക്കം സകലവിധ ആളുകളും EDയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ്റെ ബേക്കറി ജംഗ്ഷനിലുള്ള വീടിൻ്റെ മുൻവശത്ത് റോഡിൽ തടിച്ചുകൂടി തമ്പടിച്ചിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നീട് ഏതാണ്ട് 10 മണിക്കൂർ നേരത്തെ റെയ്ഡ് കഴിഞ്ഞ് ED പുറത്തിറങ്ങുന്ന സന്ദർഭത്തിൽ ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന 3 കാർ, പിണറായി വിജയൻ്റെ വീട്ടിൽ നിന്നും 3 കാറിലായാണ് ED ഉദ്യോഗസ്ഥർ റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിയത്. ഈ ഉദ്യോഗസ്ഥന്മാരെ MLAമാർ നോക്കി നിൽക്കെ, CPMൻ്റെ മുൻ മന്ത്രിമാർ നോക്കി നിൽക്കെ, പ്രാദേശിക നേതാക്കൾ അടക്കമുള്ള CPMൻ്റെ ആബാലവൃദ്ധം അണികളും ഉപദ്രവിക്കുന്ന കാഴ്ചയാണ്, ആക്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ തത്സമയം ദൃശ്യങ്ങളിലൂടെ കണ്ടറിഞ്ഞത്. കയ്യിൽ കിട്ടിയ കുറുവടിയും അത് വെള്ളം നിറച്ച കുപ്പിയും അതുപോലെ ചീമുട്ടയും ഇഷ്ടികയുമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന കാറ് തല്ലിപ്പൊളിച്ചത്. ഈ കാറിൻ്റെ തല്ലിപ്പൊളിക്കുന്ന അവസരത്തിൽ ചില്ല് തകർന്ന് ആ കാർ ഓടിച്ചിരുന്ന ഡ്രൈവർ ശ്യാംരാജിൻ്റെ കണ്ണിന് പരിക്കേറ്റി. ശ്യാംരാജിൻ്റെ തന്നെയായിരുന്നു വണ്ടി. ശ്യാംരാജ് CITUവിൻ്റെ ശ്രീകാര്യം മേഖലയിലെ സെക്രട്ടറി കൂടിയായിരുന്നു, പ്രസിഡന്റ് കൂടിയായിരുന്നു. CITU യൂണിയൻ വർക്കേഴ്സിൻ്റെ ഡ്രൈവർ അസോസിയേഷൻ്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു. ആ കാറ് തല്ലിപ്പൊളിച്ചു. പിന്നീട് അത് ശരിയാക്കുന്നതിന് വേണ്ടി 1,87,000 രൂപ വർക്ക്ഷോപ്പിൽ കൊടുക്കേണ്ടി വന്നു. പക്ഷേ കൊടുത്തിട്ടില്ല, ആ കാറ് തിരിച്ചു മേടിച്ചിട്ടില്ല. ഇതിനിടയിൽ നിർണായകമായ പല നീക്കങ്ങളും നടക്കുന്നു. കോടതിയിൽ നിന്നും അന്ന് പിണറായി വിജയൻ്റെ കാലത്ത് നിയമിച്ചിരുന്ന അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഗീനാകുമാരി ഈ പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നതിൽ വിരോധമില്ല എന്ന നിലപാടിലേക്ക്, അല്ലെങ്കിൽ ജാമ്യം കിട്ടുന്നതിലൂടെ കേസിനെ ബാധിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും പിന്നീട് അതിൽ 9ാം പ്രതിയായ ഹരീഷ് കുമാറിന് ജാമ്യം നൽകുന്നു. അതായത് EDയെ ആക്രമിച്ച കേസിൽ 25 പേർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 9ാം പ്രതിയായ ഹരീഷിന് ജാമ്യം കിട്ടുകയായിരുന്നു. 1ാം പ്രതി സന്തോഷ് വിദേശത്തേക്ക് കടന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കൂടാതെ 24 പേരാണ് കസ്റ്റഡിയിൽ ഉള്ളത്. കണ്ടാലറിയുന്ന 300 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. എന്നാൽ നാളെ ഈ കേസിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി ഇവരുടെ ജാമ്യ ഹർജിയിൽ വിധി പറയാനിരിക്കുമ്പോൾ ED കൂടി കേസിൽ കക്ഷി ചേർന്നു. ഞങ്ങളെ കൂടി കേട്ടതിന് ശേഷം മാത്രമേ വിധി പറയാൻ പാടുള്ളൂ എന്ന് പറയുന്നു. സർക്കാരും ഇതിൽ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ മറ്റൊരു നിർണായകമായ നീക്കം കൂടി ഉണ്ടാകുന്നു. ED ഉദ്യോഗസ്ഥരെ CPMൻ്റെ മന്ത്രിമാരും MLAമാരും MPയുമെല്ലാം നോക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയുണ്ടായിരുന്ന ഇപ്പോഴത്തെ MP ആയ A റഹീം അടക്കമുള്ള ആളുകൾ നോക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ ED ആക്രമിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ എല്ലാ മാധ്യമങ്ങളിലും അന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഈ മാധ്യമ ദൃശ്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കണം ഈ ജാമ്യ ഹർജിയിൽ വിധി പറയേണ്ടത് എന്ന് ഇപ്പോൾ ജില്ലാ സെഷൻസ് കോടതിയിൽ ഈ മാധ്യമങ്ങളിലൂടെ വന്ന ക്ലിപ്പുകളെല്ലാം, ദൃശ്യങ്ങളെല്ലാം കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നു. ഇത് അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനെയും CPMനെയും വെട്ടിലാക്കിയിരിക്കുന്നു. കാരണം ഈ പ്രതികൾക്ക് ഇനി ജാമ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാണ് പറയപ്പെടുന്നത്. എങ്ങനെയാണ് ഫവാസ് ഇതിനെ വിലയിരുത്തുന്നത്? ഭരണമില്ലാത്തതുകൊണ്ട് CPMന് ഈ വിഷയത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നു. കാരണം കഴിഞ്ഞതിൽ നമ്മൾ കണ്ടതായിരുന്നു, നിയമസഭയിൽ ഈ പറഞ്ഞ പോലെ വലിയ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പിന്നീട് കോടതി പറഞ്ഞത് നിയമസഭയിൽ എടുത്ത ക്യാമറകളുടെ ഫൂട്ടേജ് മൊത്തം കോടതിയിലോട്ട് ഹാജരാക്കാൻ പറയുന്നു. ഹാജരായപ്പോൾ ശിവൻകുട്ടി ഇത്തരത്തിലുള്ള പരാക്രമം അവിടെ കാണിച്ചതിന് എല്ലാവിധ തെളിവും കോടതിയുടെ മുമ്പിൽ കിട്ടുന്നു. അപ്പോൾ അന്ന് CPM പറഞ്ഞൊരു കാര്യം, അന്ന് ഗവൺമെൻറ്, CPM എന്ന് പറയുന്നില്ല, LDF ഗവൺമെൻറ് പറഞ്ഞൊരു കാര്യം, ഇതെല്ലാം ഫേക്ക് വീഡിയോസാണ്, ഇങ്ങനെയൊന്നും അവിടെ ചെയ്തിട്ടില്ല എന്നുള്ള തരത്തിലായിരുന്നു എന്ന് പറയുന്നത്. അന്ന് അവരുടെ കയ്യിൽ ഭരണം ഉണ്ടായിരുന്നു എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ കാലം മാറി വീണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നത്തിലോട്ട് പോകുന്നു. ഇപ്പോൾ കയ്യിൽ ഭരണമല്ല എന്നുള്ള പ്രശ്നം മാത്രമേ CPMനുള്ളൂ. അല്ല, ഒരുപക്ഷെ ഭരണം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ വീണ്ടും ഇത്തരത്തിലുള്ള ഇതൊക്കെ തല്ലിപ്പൊളിയാണെന്നുള്ളതും ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഒരുപക്ഷെ CPM പറയാൻ പോകുന്നത് EDയെ മറ്റാരെങ്കിലും ആക്രമിക്കാൻ വരുമോ എന്ന് ഭയന്നുകൊണ്ട് ഞങ്ങളെല്ലാവരും അടുത്ത് അടിച്ചുകൂടി EDക്കൊരു സെക്യൂരിറ്റി ഫോം ചെയ്യാനാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നെനിക്ക് തോന്നി. പക്ഷേ
കാലം മാറിയതുകൊണ്ട് തന്നെ നിലവിൽ CPM കയ്യിൽ ഭരണമല്ല, ആ ഒരു മോശം അല്ലെങ്കിൽ ആ ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ അവർക്ക് ഈ വിഷയത്തിൽ. എന്തായാലും ഈ വിഷയത്തിൽ എന്തായാലും ED വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. കാരണം ED സംബന്ധിച്ചോളം ED ഒരു കേസിൽ കക്ഷി ചേരുന്നു, അതും അവരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആയി മാറുന്നു. അവരുടെ പ്രവർത്തകരെന്നല്ല, അവരുടെ അന്വേഷണ ഏജൻസിയെ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ അന്ന് ഈ പറഞ്ഞ പോലെ ചാർട്ടേഡ് ഫ്ലൈറ്റിലായിരുന്നു അവരെല്ലാം ഇവിടെ എത്തിച്ചത്. ഏകദേശം 12ഓളം സ്ഥലങ്ങളിൽ ഒരേ സമയമായിരുന്നു ഈ പറഞ്ഞ പോലെ അന്വേഷണം നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥരെ ഈ പറഞ്ഞ പോലെ UP-യിൽ നിന്നും ഡൽഹിയിൽ നിന്നും ബംഗാളിൽ നിന്നും അതേപോലെ പല അസം അടക്കമുള്ള പല ED ഉദ്യോഗസ്ഥരെ ഒരുമിച്ച് കേരളത്തിലോട്ട് വരുന്നു. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അന്ന് ED വരുന്നു. മാത്രമല്ല ഇത് നടത്തുന്നതിൻ്റെ ഇടയിൽ ED ആക്രമിക്കുന്നു. തിരുവനന്തപുരത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ബാക്കി അതേസമയം തന്നെ പല മണ്ഡലങ്ങളിലും പല ജില്ലകളിലായിട്ടും ഈവൻ ബാംഗ്ലൂരിലടക്കം ഒരേ സമയം തന്നെ ഇത്തരത്തിലുള്ള റെയ്ഡ് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പിണറായിലുള്ള വീട്ടിലടക്കം, അതെ, പിണറായിയുടെ വീട്ടിലടക്കം നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായില്ല. ഇവിടെ വീണ വിജയൻ താമസിക്കുന്ന വീട്ടിൽ ചെന്നപ്പോഴാണ്, അച്ഛനും മകളും താമസിക്കുന്ന വീട്ടിൽ ചെന്നപ്പോഴാണ് പ്രശ്നം ഉണ്ടായത്. പ്രശ്നം ഉണ്ടാവുക എന്ന് മാത്രമല്ല, അന്ന് അച്ഛനെ ചോദ്യം ചെയ്തു അല്ലെങ്കിൽ പിണറായി വിജയനെ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് പാർട്ടിയുടെ സമുന്നതനായ ഏറ്റവും വലിയ പരമോന്നതനായ നേതാവ് എന്ന് പറയപ്പെടുന്ന വാഴ്ത്തപ്പെടുന്ന പിണറായി വിജയനെ ചോദ്യം ചെയ്തു എന്നറിയപ്പെടുമ്പോഴാണ് പ്രവർത്തകർ ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രക്ഷോഭമാവുകയും അത് ഈ പറഞ്ഞ പോലെ അതിന് ഈ പറഞ്ഞ പോലെ പൂർണ്ണമായ ഉത്തരവാദിത്തം പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് തന്നെ. കാരണം അദ്ദേഹമാണ് ഇത്തരത്തിലുള്ള ആഹ്വാനം ചെയ്യുന്നതും അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തകർ ഒന്നടങ്കം തിരുവനന്തപുരത്തോട്ട് പോകുന്നു. അതിൽ ഇൻ്റലിജൻസ് റിപ്പോർട്ടിന് വീഴ്ച പറ്റി എന്നുള്ളത് സംസ്ഥാന സർക്കാർ അടക്കം പറഞ്ഞു. കാരണം സംസ്ഥാന സർക്കാരിന് കൃത്യമായിട്ട് റിപ്പോർട്ട് കിട്ടിയില്ല എന്നുള്ള സാധനം. അതിൻ്റെ പേരിൽ പിന്നീട് ജില്ലാ പോലീസ് മേധാവിയെ മാറ്റുന്ന പ്രക്രിയ നമ്മൾ കണ്ടതാണ്. കാരണം ജില്ലാ പോലീസ് മേധാവിക്ക് കൃത്യമായി വിവരങ്ങൾ കിട്ടിയിരുന്നു, പക്ഷേ അദ്ദേഹം കൃത്യമായി ഇടപെട്ടില്ല. കാരണം അദ്ദേഹം CPM അനുഭാവിയായിരുന്നു. അത് രണ്ടാമത്തെ വിഷയം, അതോടെ മാറ്റി നിർത്താം. ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പം ഈ പറഞ്ഞ പോലെ കൃത്യമായി അവരെല്ലാവരും ഒരുമിച്ച് കൂടുന്നു, ED ആക്രമിച്ചതിന് ശേഷം ഇന്നേ വരെ കാണാത്ത രീതിയിൽ EDയുടെ ഡയറക്ടർ നവീനടക്കം നേരിട്ട് കേരളത്തിലോട്ട് വരുന്നു. അവർ മീറ്റിംഗ് കൂടുന്നു. ഇനിയുള്ള തുടർ നടപടികൾ, സാധാരണ ഇത്തരത്തിലുള്ള തുടർ നടപടികൾ സ്വീകരിക്കാൻ രാഷ്ട്രീയ പാർട്ടികളാണ് ഒത്തുചേരാറുള്ളത്. കാരണം അവർ MPമാരെ MLAമാരെയൊക്കെ വിലക്ക് ആരെങ്കിലും വാങ്ങിപ്പെട്ടാൽ അവർ ഇപ്പം നിലവിൽ NCPയും ശരത് പവാർ ശിവസേനയൊക്കെ യോഗം ചെയ്യുന്നു. ഇതേപോലൊരു യോഗം ED കേരളത്തിൽ ചേരുന്നു. തുടർ നടപടികൾ എങ്ങനെയാവണം എന്നുള്ളത്. കാരണം അവരെ ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ടു. ബംഗാളിൽ മാത്രം ഇത്തരത്തിലുള്ള വിഷയം ED നേരിട്ടിരുന്നു. അപ്പം അത്തരത്തിൽ കേരളത്തിലോട്ട് അവർ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നില്ല, ശാരീരികമായി ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതെ, ബംഗാളിൽ ഈ പുറത്തുള്ള പലതരത്തിലും മമതാ ബാനർജിയും EDയും തമ്മിൽ നേരിട്ട് പോർക്കളം ഏറ്റുമുട്ടിയത് നമ്മൾ കണ്ടതാണ്. പക്ഷെ അപ്പോഴും ഒരു കയ്യാങ്കളിയിലോട്ട് ഈ സാധനം പോയിട്ടുണ്ടായിരുന്നില്ല. ED ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യാൻ കെട്ടിടത്തിലോട്ട് കയറുമ്പോൾ ഇവർ കെട്ടിടം വളയുന്നു, അവരെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലാകുന്നു. മാത്രമല്ല ഉപരോധിക്കുക മാത്രമേ കാറിൽ പോകുമ്പോൾ കാർ എല്ലാവരും തടഞ്ഞു നിർത്തുന്നു. പക്ഷേ കാർ ആക്രമിക്കുന്ന പ്രക്രിയ നടന്നുണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറി അവർക്ക് തല്ലുകൊള്ളുന്ന ഒരവസ്ഥയിലോട്ട് എത്തുന്നു പ്രവർത്തകർ. ഇതിപ്പോൾ ED ആണ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞിട്ട് പോലും കാര്യമില്ല. സംസ്ഥാന സർക്കാർ LDFൻ്റെ ആളാണെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ ED ഉദ്യോഗസ്ഥർക്കും മുകളിലാണ് എന്നുള്ളൊരു സാധനം അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായി ആക്രമിക്കുന്നു. ഈ പറഞ്ഞ പോലെ A റഹീം അടക്കമുള്ള പല മുൻ മന്ത്രിമാരും MLAമാരും MPമാരടക്കമുള്ള നേതാക്കന്മാരെ മുൻനിർത്തി SFIക്കാരും CPM ഗുണ്ടകളും ഇത്തരത്തിൽ ആക്രമിക്കുന്നു. മാത്രമല്ല അതിനുശേഷം അവർ പാർട്ടി ഓഫീസിൽ പോയിരിക്കുന്നു. എന്നിട്ട് അതിൽ നിന്ന് പുറത്ത് വരില്ല എന്ന് അവർ പറയുന്നു. ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഉള്ളിൽ കയറി അറസ്റ്റ് ചെയ്യുക, അതിന് മാത്രം ധൈര്യം നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. വലിയ തരത്തിലുള്ള പ്രശ്നത്തിലൂടെ സാധനം പോകുന്നത് നമ്മളെല്ലാം കണ്ടതാണ്. ഏറ്റവും അവസാനം ഈ പറഞ്ഞ പോലെ പോലീസും ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ പ്രവർത്തകരും തമ്മിൽ അവസാനം പറഞ്ഞ സമവായത്തിലെത്തി അവരുടെ പിന്തുണയോടുകൂടിയാണ് പിന്നീട് ഇവർ പുറത്തോട്ട് വന്നത് ഈ പറയപ്പെട്ട കുറ്റവാളികൾ. പക്ഷെ അന്ന് സംസ്ഥാന സർക്കാർ ഇതിന് വലിയ തരത്തിലുള്ള കുറ്റം ആരോപിക്കപ്പെടുകയും ചെയ്തു. കാരണം ഈ പറഞ്ഞ പോലെ പോലീസ് ഊച്ചാളിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ കൈകെട്ടി നിൽക്കുന്ന, കൈ കൂപ്പി നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു അന്ന് CPMന് മുമ്പിൽ കണ്ടത്. അല്ല, ഇവിടെ ഒരു കാര്യം നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല ഫവാസെ. കാരണം കേരളത്തെ ഞെട്ടിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. CPM പ്രതികളായ TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകം. ഏതാണ്ട് ഒരു പതിറ്റാണ്ട് മുമ്പ് നടന്നൊരു സംഭവം. ഈ സംഭവത്തിൽ അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കും, ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ മുടക്കോഴിമല എന്ന് പറയുന്ന കണ്ണൂരിലെ കുപ്രസിദ്ധമായ സ്ഥലം, അതായത് കുറ്റവാളികളെല്ലാം ഒളിപ്പിക്കാൻ വേണ്ടി CPM തിരഞ്ഞെടുത്തിരുന്ന ഒരു സ്ഥലം, തികച്ചും പാർട്ടി ഗ്രാമം. CPMകാരല്ലാത്ത കാറ്റുപോലും അവിടെ കടന്നു ചെല്ലാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിൽ ബന്ദോബസ്താക്കിയിരിക്കുന്ന ഈ സ്ഥലത്ത് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കല്ലുവെട്ട് തൊഴിലാളികളുടെ വേഷത്തിൽ വെളുപ്പിന് നടത്തിയ ഒരു ഓപ്പറേഷനിലാണ് മുടക്കോഴി മലയിൽ കയറി കൊടിസുനി അടക്കമുള്ള ചില ആളുകളെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ നടത്തിയ ആ മുന്നേറ്റം പിന്നീട് TP ചന്ദ്രശേഖരൻ വധവുമായി ഒരു അന്വേഷണ പുരോഗതി ഉണ്ടായില്ല. കാരണം അപ്പോഴേക്കും ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി സ്ഥാനം മാറി രമേശ് ചെന്നിത്തലയിലേക്ക് ആഭ്യന്തരമന്ത്രി സ്ഥാനം എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവിടെ ചില കൊടുക്കൽ വാങ്ങലുകൾ നടന്നുവെന്നും
രാപ്പകൽ സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ട് നടന്ന ഒരു സമരം ഒത്തുതീർപ്പാക്കിയത് ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസിലാണ് എന്നാണ് പറഞ്ഞു കേൾക്കപ്പെടുന്നത്. പിന്നീട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നപ്പോൾ അദ്ദേഹവുമായി ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴും അതേക്കുറിച്ചൊന്നും അദ്ദേഹം ചിരിച്ചുകൊണ്ട് മാത്രം ഇരുന്നുള്ളൂ, അതിന് കൃത്യമായൊരു മറുപടി തന്നില്ല. എന്നാൽ ഇപ്പോൾ വീണ്ടും രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ അന്ന് പിണറായി വിജയനും രമേശ് ചെന്നിത്തലയും ഒത്തുകളിച്ചു, ടി പി ചന്ദ്രശേഖരൻ വധത്തിലുള്ള അന്വേഷണം പിന്നീട് മുന്നോട്ട് പോയില്ല, യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ സാധിച്ചില്ല എന്നൊരു ആരോപണം നിലനിൽക്കുന്ന ആ സാഹചര്യത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച യഥാർത്ഥ പ്രതികളെ ഈ CPM-ൻ്റെ പാർട്ടി ഓഫീസിൽ കയറി അറസ്റ്റ് ചെയ്യാൻ രമേശ് ചെന്നിത്തലയുടെ പോലീസുകാർക്കായില്ല. അവിടെ ചില നീക്കുപോക്കുകൾ നടന്നു എന്ന് പറയുമ്പോൾ രമേശ് ചെന്നിത്തലയുടെ പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഈ കേസ് ഏത് വിധേനയും ഊരിയെടുക്കാൻ പിണറായി വിജയൻ രമേശ് ചെന്നിത്തലയെ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിണറായി വിജയൻ്റെ കാലത്ത് നിയമിച്ച പബ്ലിക് പ്രോസിക്യൂട്ടർ ഗീനാകുമാരി ഈ പ്രതികളിൽ ഒരാളെ വെറുതെ വിട്ടു എന്ന് പറയുമ്പോൾ രമേശ് ചെന്നിത്തലയുടെ പോലീസുകാർ കൊടുത്ത ആ ഉത്തരവിനെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ പോലീസിൻ്റെ ആവശ്യത്തെ മറികടന്നുകൊണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ ഇത്തരത്തിലൊരു ആവശ്യം നിർവഹിക്കുക വഴി അവിടെ ചില കൊടുക്കൽ വാങ്ങലുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണം ഇപ്പോഴും നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ഇപ്പോൾ കോടതി നാളെ അവർക്ക് ജാമ്യം കൊടുക്കുന്ന കേസിൽ വിധി പറയാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം ചില കള്ളക്കളികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂട്ടിയിണക്കാൻ സാധിക്കുമോ? എങ്ങനെയാണ് ഫവാസ് ഇതിനെ നോക്കിക്കാണുന്നത്? തീർച്ചയായും ഈ ഒരു ഇങ്ങനൊരു വശം അതിലുണ്ട് എന്നുള്ളത് സാറ് പറയുമ്പോൾ പോലും ഞാൻ ചിന്തിക്കുന്നത്. കാരണം അന്നീ പറഞ്ഞ പോലെ തിരുവഞ്ചൂർ പിന്നീട് രമേശ് ചെന്നിത്തല വന്ന കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ അതിൻ്റെ പിന്നിൽ ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക കറുത്ത ഏടുകൾ അല്ലെങ്കിൽ ആരും വീക്ഷിക്കപ്പെടാത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാത്ത അല്ലെങ്കിൽ ചർച്ചാ വിഷയമാവാത്ത ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ നടന്നു എന്നുള്ളത് ആ വിഷയത്തെക്കുറിച്ച് ഇപ്പോഴാണ് ഞാനും അറിയുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വലിയ തരത്തിലുള്ള ഒരു ഒത്തുകളി ഇടതുപക്ഷത്തിനും അതേപോലെ തന്നെ UDF-നുള്ളിലുള്ള പല നേതാക്കന്മാർക്കും ഇടയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ED ഈ വിഷയം ബന്ധപ്പെട്ട് ഇനി കോടതിയിലോട്ട് നോക്കുമ്പം എനിക്കും തോന്നുന്നു എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു ഇടപെടൽ എന്നുള്ളതും. കാരണം പോലീസ് കൈകാര്യം ചെയ്യുന്നത് രമേശ് ചെന്നിത്തലയാണ്. അന്ന് ഇപ്പോൾ സാറ് പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ അന്ന് കുറ്റാരോപണ വിധേയനായ അതേ നേതാവ് തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവിടെ രമേശ് ചെന്നിത്തലയുടെ ഇരിക്കുന്നത്. അപ്പം ഏതൊക്കെ തരത്തിലായിരിക്കും ചെന്നിത്തലയുടെ ഇനി ബാക്കിയുള്ള നീക്കങ്ങൾ എന്നുള്ളത് പറയാൻ പറ്റും. പക്ഷേ എന്തായാലും ഒരു കാര്യം വളരെ ഉറപ്പാണ്, ED ഇതിപ്പോൾ സംസ്ഥാന സർക്കാർ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ED ഇത് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ED ഇപ്രാവശ്യം ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ED നേരിട്ട് കക്ഷിയാണെന്നുള്ളത്. നവീൻ നേരിട്ട് കേരളത്തിലോട്ട് വരുന്നതും അതുപോലെ തന്നെ EDയുടെ മീറ്റിംഗ് വിളിക്കുന്നതും. ഇപ്പോൾ മാത്രമല്ല കോടതിയിൽ ഈ പറഞ്ഞ പോലെ എല്ലാ ഫൂട്ടേജുകളും ഒരു മാധ്യമങ്ങളും ഒഴികെ ഒരു മാധ്യമങ്ങളും ഒഴിവാക്കാൻ പാടില്ല എന്നുള്ളതും എല്ലാ മാധ്യമങ്ങളുടെയും കൃത്യമായ ഫൂട്ടേജുകളും അടുത്തുള്ള CCTV ക്യാമറ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യണം എന്നുള്ളതും അവരുപയോഗിച്ച മറ്റ് ആയുധങ്ങൾ അതെല്ലാം കണ്ടു കിട്ടണം എന്നുള്ളതും പലതരത്തിലുള്ള ആരോപണം ED മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് ഒരു ആസൂത്രിതപരമായ കൊലപാതക ശ്രമമാണ് എന്നുള്ള രീതിയിലായിട്ടാണ് ED പോകുന്നത്. മാത്രമല്ല പല കോടതിയും പറഞ്ഞത് ഇതൊരു എന്താ പറയുക രാജ്യദ്രോഹ കുറ്റം എന്നുള്ള രീതിയിലും പല കോടതികളും ഇതിനെ വീക്ഷിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും ഇത് ചില്ലറ കേസല്ല. CPM നേതാക്കന്മാർ ഒരു പക്ഷേ രക്ഷപ്പെടുമായിരിക്കാം. ഈ പറഞ്ഞ പോലെ മുൻ മന്ത്രിമാരും MLA-മാരും MP-മാരും അടക്കമുള്ള പല നേതാക്കന്മാർ രക്ഷപ്പെടുമായിരിക്കാം. പക്ഷേ ഒന്നുമല്ലാത്ത അല്ലെങ്കിൽ പാവമായ അണികൾ SFIയുടെയും CPM-ൻ്റെയും DYFIയുടെയും അണികളാണ് ഈ വിഷയത്തിൽ ഒന്നും അറിയാണ്ട് ജയിലിൽ കിടക്കാൻ പോകുന്നത്. കാരണം നേതാക്കന്മാർ തല്ലാൻ പറയുന്നു, പോയി തല്ലുന്നു, നേതാക്കന്മാർ ചാവാൻ പറയുന്നു, പോയി ചാവുന്നു. ഇത്ര രീതി മാത്രമേ അവർക്ക് ഉള്ളൂ. പക്ഷേ അതിൻ്റെ പുറകിൽ അവർക്കെല്ലാം കുടുംബവും ഈ പറഞ്ഞ പോലെ മക്കളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരാണ് അവരെല്ലാവരും. അപ്പം അവർക്ക് ഏത് വിഷയത്തിലാവുന്നുള്ള വലിയ ചോദ്യം തന്നെയാണ് അവിടെ. അത് ഇത് എന്തിനു വേണ്ടിയാണെന്നുള്ളൊരു ചോദ്യം കൂടി വരുന്നു. കാരണം CPM-കാരി അല്ല വീണ വിജയൻ. പിണറായി വിജയൻ തന്നെ പറഞ്ഞിരിക്കുന്നു ED എന്നെ ചോദ്യം ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ CPM-ന്റെ പ്രതിരോധം മുഴുവൻ എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഇവർ മറുപടി കൊടുക്കണ്ടേ? മാത്രമല്ല ഇനിയിപ്പോൾ എന്തൊക്കെ തരത്തിൽ മാനിപ്പുലേഷൻ നടന്നാലും ഈ സമർപ്പിക്കപ്പെടുന്ന ഒന്നോ രണ്ടോ ദൃശ്യങ്ങൾ മാത്രമല്ല, അന്ന് ഏതൊക്കെ മാധ്യമങ്ങൾ അവിടെ എടുത്തിരുന്നു അവരുടെ എല്ലാവരുടെയും ഫൂട്ടേജ് കോടതിയിലേക്ക് എത്തുമ്പോൾ കോടതി ഇതെല്ലാം കൃത്യമായി പരിശോധിക്കും. അങ്ങനെ പരിശോധിക്കപ്പെടുമ്പോൾ കോടതിക്ക് ഒരു കാര്യം വ്യക്തമാകും, ആരാണ് അവിടെ തെറ്റ് ചെയ്ത്, ആരാണ് കുറ്റക്കാർ, എന്താണ് അവിടെ നടന്നിരിക്കുന്ന കുറ്റം, എന്തിനു വേണ്ടി എന്നുള്ളതെല്ലാം കൃത്യമായി കോടതി ചിന്തിക്കും. അതുകൊണ്ട് തന്നെ നേരത്തെ ഫവാസ് പറഞ്ഞാൽ ഇപ്പോൾ ഈ കസ്റ്റഡിയിൽ കഴിയുന്ന 24 പേർക്കും ജാമ്യം കിട്ടുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതൊരു ബാലികേറാമല തന്നെയായിരിക്കും. EDയും സ്ട്രോങ് ആയി ഞങ്ങളെ കൂടി കേൾക്കണം എന്ന് പറയുമ്പോൾ സർക്കാരും ഹൈക്കോടതിയിൽ പോയിരിക്കുന്നു. ഈ അവസരത്തിൽ എന്തായാലും പഴയ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല മുൻപ് ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്ന തരത്തിലുള്ള ചില ഒത്തുതീർപ്പുകളും നീക്കുപോക്കുകളും നടന്നിട്ടുണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ അങ്ങനെ സാധ്യമല്ല എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. കോടതിക്ക് മുന്നിൽ നേർസാക്ഷ്യങ്ങളാണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതിനെതിരെ കണ്ണടയ്ക്കാൻ കോടതിക്കാവില്ല എന്ന് തന്നെയാണ് ഇതിലൂടെ നമുക്ക് പറയാൻ സാധിക്കുക.